യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 151 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദാവീദിൻ വംശത്തിൽ ജാതനായവൻ, ദുഃഖിതർക്കും പീഡിതർക്കും ആശ്വാസദായകൻ, ദുഃഖിതർക്കും പീഡിതർക്കും ആശ്വാസദായകൻ, യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, ദാവീദിൻ വംശത്തിൽ ജാതനായവൻ, ദുഃഖിതർക്കും പീഡിതർക്കും ആശ്വാസദായകൻ, ദുഃഖിതർക്കും. ഇന്നത്തെ വിഷയം 10ാമത്തെ ബാധ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ. കടിഞ്ഞൂൽ സംഹാരം. അവസാനത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരമായിരുന്നു. ഈ മിസ്രൈമ്യർക്ക് ഓരോ വിഷയങ്ങൾക്കും അവർക്ക് സാങ്കല്പികമായ ഓരോരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഫറവോൻ എന്ന് പറയുന്ന ആ രാജാവെ അവരുടെ ശക്തനായ കാവൽ ദൈവമായി അവരെ കരുതിയിരുന്നു, ഫറവോനെ ആരാധിച്ചും കൊണ്ടിരുന്നു. എന്നാൽ ഫറവോൻ ദൈവം അല്ല എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ അർദ്ധരാത്രിയിൽ മിസ്രൈമിൽ കൂടെ അല്ലെങ്കിൽ മിസ്രൈമിന്റെ നടുവിലൂടെ പോകും. ദൈവത്തിന് ക്ഷമ കഴിഞ്ഞു. ഈ 10 ബാധയ്ക്ക് മുമ്പേ അവരെന്തെങ്കിലും ഒരു മാനസാന്തരമോ എന്തെങ്കിലും വിട്ടുവീഴ്ചയോ ഇസ്രായേൽ മക്കളെ വിട്ട് അവരവരുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ പോകുകയൊക്കെ ചെയ്യുവാൻ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഈ വലിയ ന്യായവിധി അവർക്കുണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ ഓരോ ബാധ വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു, ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്നു, വിടുന്നില്ല എന്ന് പറഞ്ഞു. ദൈവം അവസാനമായി 10ാമത്തെ ബാധ അയച്ചു. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ ഇതാ മരിച്ചു വീണ് കിടക്കുന്നു. ഫറവോൻ നിലവിളിക്കുന്നു. തിരികലിന്മേൽ ഇരിക്കുന്ന പൊടിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മരിക്കുന്നു. മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലുകളും ചത്തുപോകുന്നു. ഇത് കൂട്ട നിലവിളി. മിസ്രൈമിലെ ഓരോ വീട്ടിലും നിലവിളിയാണ്. നിലവിളിയില്ലാത്ത ഒറ്റ വീടില്ല. ലോകത്തിലെ ഇതുവരെയും സംഭവിക്കാത്ത ന്യായവിധി. ഇതുപോലെ ലോകത്തിൽ ഇനിയും ഒരിക്കലും ഉണ്ടാകാത്തതാ ഇതുപോലുള്ളതായ ഒരു ന്യായവിധി ഉണ്ടായിരിക്കയില്ല. കാരണം ദൈവം അവരെ അത്ര വെറുത്തു. ദൈവം ഇവർക്ക് ക്ഷമ കൊടുക്കുവാൻ തീരുമാനിച്ചില്ല. അതാണ് സംഭവിച്ചത്. ഇസ്രായേൽ മക്കൾ 215 വർഷം അവരെ മിസ്രൈമിൽ താമസിച്ചിരുന്നു. ജോസഫിന്റെ മരണം വരെയും അവർ സമ്പന്നന്മാരായിരുന്നു, അവരടിമകളല്ലായിരുന്നു. എന്നാൽ യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവെ വേറൊരു ഗോത്രത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ ആ ഗോത്രത്തിലെ രാജാവ് തീരുമാനിച്ചു, ഇവരെ ഈ നിലയിൽ വിട്ടുകഴിഞ്ഞാൽ ഇവരുടെ കൈവശം രാജ്യം ചെല്ലും എന്ന് ഭയപ്പെട്ട് ഇവരെ മുഴുവനെയും അടിമകളായി പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ രാജ്യത്തിന്റെ നന്മ അനുഭവിച്ചിരുന്നു.
അതിനുശേഷം കൈപ്പേറിയ അനുഭവങ്ങൾ അവരിലേക്ക് രാജാവെ കൊണ്ടുവന്നു. ഇസ്രായേൽ ജനം ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു. എനിക്കൊരു ആത്മീയ ദൂത് പറയുവാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ, ഏതെല്ലാം നിലവിലായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്ക് രക്ഷപ്പെടുവാൻ ഒറ്റ വഴി, ഒരു വഴി, നാം ദൈവത്തോടെ നിലവിളിക്കുക. ദൈവം നിലവിളി കേൾക്കും. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ കണ്ണു കാണാത്ത ഒരുത്തൻ ഉറക്കെ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. അവൻ പിച്ചക്കാരനാണ്. അവന്റെ നിലവിളിയുടെ മുമ്പിൽ ഒരടി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന് മനസ്സില്ലാതായി. നിനക്ക് എന്തു വേണം? അവൻ പറഞ്ഞു, എനിക്ക് കണ്ണ് കാഴ്ചയില്ല. അവനെ കണ്ണ് അത്ഭുതകരമായി അവിടെ കാഴ്ച ലഭിച്ചു. ഞാൻ ഈ പറഞ്ഞത്, നമുക്ക് ഈ നൂറ്റാണ്ടിൽ നിലവിളിയുടെ ആവശ്യമാണ്. നമ്മുടെ ആരാധനയിൽ നിലവിളിയുടെ ആവശ്യമാണ്. നിലവിളി കുറവായതുകൊണ്ട് നമുക്ക് പല പരാജയങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടി മോശയെ അയച്ചു. മോശയുടെ വാക്ക് കേട്ടില്ല. പുറപ്പാട് ദിവസം 13-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കടിഞ്ഞൂൽ സംഹാരം തുടങ്ങി, നിലവിളികൾ തുടങ്ങി. വീടുകളിൽ നിലവിളി, ആട്ടിൻകൂട്ടത്തിന്റെ അവിടെ നിലവിളി, എവിടെ നോക്കിയാലും നിലവിളിയാണ്. മോശയോട് പറഞ്ഞു, പൊക്കോളം പറഞ്ഞു. കാരണം അന്നേരമാണ് മനസ്സിലാകുന്നത് ദൈവം ആരാണെന്ന്. ഫറവോന് മുഴുവനായിട്ട് മനസ്സിലെങ്കിലും കുറച്ചു മനസ്സിലായത് അന്നേരമാണ്. കാരണം ഇനിയും ഇവരിവിടെ നിന്നാൽ ഇനി അപകടകരമാണെന്ന് മനസ്സിലായി. ഫറവോൻ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. നോക്കിക്കോണം, അർദ്ധരാത്രിയിൽ അവരെ ഒരുമിച്ച് നേരെ അവർ നീണ്ട നാൾ താമസിച്ചിരുന്ന ആ രാജ്യത്തു നിന്നും 6 ലക്ഷത്തിൽ ചെല്ലുവാനും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അവർ മൃഗസമ്പത്തുമായിട്ട് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നു? കനാൻ നാട്ടിലേക്ക്. കനാൻ നാട് കണ്ടിട്ടില്ല. അവരുടെ കയ്യിൽ ആഹാരമില്ല. അവരുടുത്ത വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. നമുക്ക് ചുരുക്കമായി പറയട്ടെ, ചെങ്കടലിന് തീരത്ത് വന്നപ്പോൾ ഇതാ വരുന്നു ഫറവോൻ കൂട്ടരെ. മോശ നിലവിളിച്ചു, നിന്റെ കയ്യിൽ ഇരിക്കുന്ന എന്തേ? വടിയെന്ന് പറഞ്ഞു, നീട്ടാൻ പറഞ്ഞു. ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ചു. പാട്ടുപാടി പോകുമ്പോൾ ഇതാ വരുന്നു ഫറവോനും സൈന്യവും. അക്കരെ ചെന്ന് വടി തിരിച്ചു നീർക്കി. ഫറവോനും സൈന്യവും ചെങ്കടലിലെ വെള്ളം കുടിച്ച് അവിടെ തകർന്ന് തരിപ്പണമായി പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം. സ്നേഹസമ്പന്നനായ ദൈവം, കരുണയുള്ള ദൈവം. ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വരാറായി. ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ഭാരതത്തിൽ ഉണർന്നാൻ വേണ്ടി നിങ്ങൾ അംഗമാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.